എല്ലാവർക്കും സ്വാഗതം. നിതിസാരം 31 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം. അതിൽ 31-ാമത്തെ ശ്ലോകം ഇങ്ങനെ: ഈർഷു ഘൃണി ത്വസന്തുഷ്ട ക്രോധനോ നിത്യശങ്കിത പരഭാഗ്യോപജീവി ച ഷഡേത ദുഃഖഭാഗിന. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 6 കൂട്ടർ ദുഃഖികളാണെന്ന് നിതിസാരം പറയുന്നു. അതിലൊന്നാമത്തെ ആൾ ഈർഷു. ഈർഷു എന്നാൽ ഉദ്ദേശിക്കുന്നത് പരോത്കർഷത്തിൽ അസൂയാലുക്കൾ, മറ്റുള്ളവൻ്റെ ഉത്കർഷത്തിൽ അസൂയാലുക്കളെയാണ് ഈർഷു എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ആൾ ഘൃണി എന്ന് വെച്ചാൽ ദയാവാൻ, പരദുഃഖം സഹിച്ചുകൂടാത്തവൻ. മൂന്നാമത്തെ ആൾ അസന്തുഷ്ട, കിട്ടിയത് കൊണ്ട് സന്തോഷിക്കാത്തവൻ. 4 ക്രോധന എന്ന് വെച്ചാൽ കോപിഷ്ഠൻ. 5 നിത്യശങ്കിത, എല്ലാ കാര്യത്തിലും ഭയം ശങ്കിക്കുന്നവൻ. 6 പരഭാഗ്യോപജീവി, ഭാഗ്യവാന്മാരായ അന്യരെ സേവിച്ച് കഴിയുന്നവർ. ഇങ്ങനെ 6 കൂട്ടർ ദുഃഖികളാണെന്ന് നിതിസാരം പറയുന്നു. ഇനി 32-ാമത്തെ ശ്ലോകം: ആരോഗ്യ മാ നൃണ്യ അവിപ്രവാസ സദ്ഭിർ മനുഷൈസ ഹ സംപ്രയോഗ സ്വപ്രത്യയ വൃത്തിരഭീതവാസ ഷഡ്ജീവലോകസ്യ സുഖാനി രാജൻ. എന്ന് വെച്ചാൽ സുഖത്തിന് നിദാനങ്ങളായി 6 സംഗതികളെ നീതിശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ദേഹാരോഗ്യം. രണ്ടാമത്തത് ആ നൃണം എന്ന് വെച്ചാൽ കടബാധ്യത ഇല്ലാതിരിക്കുക. മൂന്നാമത്തത് അവിപ്രവാസ, വിദേശവാസം കൂടാതിരിക്കുക. നാലാമത്തത് സത്സംഗം എന്ന് വെച്ചാൽ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം. 5 സ്വപ്രത്യാവൃത്തി, അവനവൻ്റെ മനസ്സിലിറങ്ങിയ പ്രവൃത്തി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുക. 6-ാമത്തത് അഭീതവാസ, നിർഭയമായ ജീവിതയാത്ര. ഇങ്ങനെ 6 കാര്യങ്ങൾ സുഖത്തിന് നിദാനങ്ങളാകുന്നു എന്ന് നിതിസാരം പറയുന്നു. 33-ാമത്തെ ശ്ലോകം ഇങ്ങനെ: യൗവനം ധനസമ്പത്തി പ്രഭുത്വം അവിവേകിത ഏകൈകമപ്യനർത്ഥമായ അർത്ഥായ കിമു യത്ര ചതുഷ്ടയം. അതായത് യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകം എന്നീ 4 ഒന്ന് മാത്രം മതി മനുഷ്യന് ആപത്തുണ്ടാവാൻ. അപ്പോൾ ഈ 4 ഒരുവനിൽ ഒത്തുചേർന്ന് വന്നാൽ എന്തായിരിക്കും ഫലം എന്ന് നിതിസാരം ചോദിക്കുന്നു. 34-ാമത്തെ ശ്ലോകം: സപ്തദോഷ സദാ രാജൻ ഹാതവ്യ വ്യാസനോദയ പ്രായശോ യർ വിനശ്യന്തി കൃതമൂല അപീശ്വര. അതിനൊരു പാഠഭേദവും കൂടെ ഉണ്ട്. സ്ത്രീയോ ക്ഷ മൃഗയാ പഠനം വാക്പാരുഷ്യം ച പഞ്ചമം അഹച്ച ദണ്ഡപാരുഷ്യ അർത്ഥഭൂഷണമേവച. എന്ന് വെച്ചാൽ 7 ദോഷങ്ങളെപ്പറ്റി പറയുന്നു. രാജാവ് പോലും ഉപേക്ഷിക്കേണ്ട 7 ദോഷങ്ങളെപ്പറ്റി പറയുന്നു. 1 പരസ്ത്രീ ജനസേവ, പിന്നെ 1 ദേവനം എന്ന് വെച്ചാൽ ചൂതുകളിയാണ്, പിന്നെ മൃഗയ നായാട്ട്, പിന്നെ വിരക്തി വരാതൊരു മദ്യപാന കുറ്റം 4, പിന്നെ വാക്പാരുഷ്യം 5, പിന്നെ 6-ാമത്തത് ദണ്ഡപാരുഷ്യം, പിന്നെ 7-ാമത്തത് നിത്യമർത്ഥദൂഷണം. ഇങ്ങനെ 7 ദുശീലങ്ങൾ രാജാക്കന്മാരെ മാത്രമല്ല സാധാരണ ജനങ്ങളും ഉപേക്ഷിക്കേണ്ടതാണെന്ന് നിതിസാരം പറയുന്നു. 35-ാമത്തെ ശ്ലോകം: നാപ്രാപ്യ മഭിവാഞ്ചന്തി നഷ്ടം നെച്ഛന്തി ശോചിതും ആപത്സു ന ച മുഹ്യന്തി നരാ പണ്ഡിത ബുദ്ധയ. അത് എഴുത്തച്ഛൻ ഇങ്ങനെ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്: നഷ്ടമായത് ചിന്തിച്ചേതുമേ ദുഃഖിയാതെ, ദുഷ്ടനായ പ്രാപ്യമായത് കാമിയാതെ, ആപത്ത് വരും കാലമേതുമേ മോഹിയാതെ, താപസ്സെ സഹിപ്പവൻ പണ്ഡിതൻ എന്നറിയുക നീ എന്ന് എഴുത്തച്ഛൻ ഇതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 36-ാമത്തെ ശ്ലോകം ഇങ്ങനെ: ന ഹൃഷ്യത്വാത്മൻ സമ്മാനേ നവമാനേ ന തപ്യത്തെ ഗാഗോ ഹൃദ യുവാക്ഷോഭ്യ യ സ പണ്ഡിത ഉച്യത്തെ. അതും എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്: സമ്മാനത്തിങ്കലുള്ളിൽ സമ്മോദമുണ്ടാകാതെ, നിർമൂലം അവമാനത്തിങ്കലും ഖേദിയാതെ, അക്ഷോഭ്യനായി ഗംഗ തന്നിലെ ഹൃദം പോലെ
രക്ഷിച്ചു ധർമ്മത്തെയും വാണിടുന്നവൻ വിദ്വാൻ. അതായത് ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ വിദ്വാനാണെന്ന് ഇതിനൊരു സാരാംശം നമുക്ക് പറയാം. 37 ശ്ലോകം ഇങ്ങനെ: അശ്രുതച്ഛ സമുന്നത്തോ ദരിദ്രച്ഛ മഹാമന അർത്ഥാംശ്വ കർമ്മണ പ്രസുർ മൂഢ ഇത്യുചരേ ബുദ്ധൈ. അശ്രാന്തൻ ദരിദ്രനായിട്ടുള്ളവൻ, മഹാമനസ് അശ്രുതനായിട്ടുള്ളവൻ അത്യന്തം സമുന്നതൻ, അർത്ഥാശപാശം പ്രവർത്തിക്കയില്ലേതും താനും എത്രയും മൂഢൻ അവനെന്നല്ലയോ ബുദ്ധമതം എന്ന് എഴുത്തച്ഛൻ അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 38 ശ്ലോകം ഇങ്ങനെ: അകാമാൻ കാമയതി കാമയാനാൻ പരിത്യജേത് ബലവന്തം ച യോ ദ്വഷ്ടി തമാഹുർ മൂഢചേതസം. എന്ന് വെച്ചാൽ തന്നെ കാമിച്ചിടാത്ത നാരിയെ കാമിക്കുകയും തന്നെ കാമിച്ച് അവളെത്താൻ പരിത്യജിക്കുകയും തന്നെക്കാൾ ബലവാനോടേറെ മത്സരിക്കുകയും തന്നെത്താൻ അറിയാതെ ചെയ്തിടുന്നവൻ മൂഢനെന്ന് നിസാരം പറയുന്നു. 39 ശ്ലോകം ഇങ്ങനെ: അനാഹുത പ്രവിശതി അപൃഷ്ടോ ബഹുഭാഷതേ അവിശ്വസ്തേ വിശ്വസിതി മൂഢചേതസ നരാധമ. എന്നാൽ അന്യമന്ദിരത്തിങ്കൽ ചൊല്ലാതെ ചെല്ലുകയും തന്നോട് ചോദിയാതെ താൻ ഏറെ പറയുകയും ഉദ്ധനായിട്ടുള്ളവൻ തന്നെ വിശ്വസിക്കുകയും ബദ്ധമോദേന ചെയ്തുവിടുന്നവൻ മഹാമൂഢൻ. അതായത് അന്യമന്ദിരത്തിൽ ചോദിക്കാതെ ചെല്ലുന്നവനും തന്നോട് ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും വെറുതെ അങ്ങോട്ട് പറയുകയും ചെയ്യുന്നവനെല്ലാം മൂഢനാണെന്ന് നിതിസാരം പറയുന്നു. 40 ശ്ലോകം: അനേക സംശയാച്ഛേദി പരോക്ഷാർത്ഥസ്യ ദർശകം സർവസ്യ ലോചനം ശാസ്ത്രം യസ്യ നാസ്തന്ത ഏവസ. അത് നിതിസാരത്തിൻ്റെ തന്നെ പ്രാധാന്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുന്നതും അപ്രത്യക്ഷ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും ആയ സർവ്വലോക നേത്രമാണ് നീതിശാസ്ത്രം. സർവ്വലോക നേത്രമാണ് ഈ നീതിശാസ്ത്രം അല്ലെങ്കിൽ നീതിസാരം എന്ന് പറയുന്നത്. അതിനെ അധ്യയനം ചെയ്യാത്തവൻ, അത് നേത്രമായതുകൊണ്ട് തന്നെ അതിനെ അധ്യയനം ചെയ്യാത്തവൻ അന്ധനാകുന്നുവെന്ന് ഈ പറഞ്ഞിരിക്കുന്ന 40 ശ്ലോകത്തിൽ നീതിസാരത്തിൽ പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് 31 മുതൽ 40 വരെ ശ്ലോകങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം.